ഞാൻ അപ്പഴേ വരാം. എന്റെ സുഷമേ, നിന്നോടൊന്ന് സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ ഞാൻ എന്തൊക്കെ പെടാമ്പാട് പെടണം? എന്നോടൊന്നും മിണ്ടണ്ട. ആ വടക്കേപ്പാട്ട് ലളിത കുടിച്ചു നിൽക്കുമ്പോ ഒളിഞ്ഞു നോക്കിയാലും ചേട്ടനെ നാട്ടുകാരെടുത്തിട്ട് തല്ലിയില്ലേ? അയ്യേ, അത് നാട്ടുകാർ വെറുതെ പറഞ്ഞാണ്. ഞാൻ ലക്ഷ്മിയുടെ വീട്ടിലേക്കുള്ള വഴി ചോദിക്കാൻ വേണ്ടി ലളിതയുടെ വീട്ടിൽ ചെന്നു. അപ്പൊ അവിടെ ആരുമില്ല. ഞാൻ ആ വാതിൽ നോക്കിയപ്പോ ലളിത ഇന്ന് കുളിക്കണ്. ഞാൻ ചെയ്ത് തെറ്റാന്ന് എനിക്ക് അപ്പം ബോധ്യമായി. പിന്നെ ലളിത കുളിച്ചിരുന്നവരെ ഞാൻ അവിടെ നിന്ന് മാപ്പ് ചോദിച്ചു. അത് തെറ്റാ? ഇക്കാലത്ത് മാപ്പ് തെറ്റാ? അതൊക്കെ പോട്ടെ. വലിയ പ്രേമാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ എനിക്കിതുവരെ ഒരു ചുരിദാർ വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? നിനക്ക് ചുരിദാറാ, ചുരിദേഴാ, ചുരിതെട്ടാ, ചുരിതി പത്താ, എത്ര വേണമെങ്കിലും ഞാൻ വാങ്ങിച്ചു തരും. നിന്നെ എത്ര നാളുണ്ട് ഒരു സിനിമ കുളിക്കണത്? നമുക്കിന്ന് പോവാം. ശരി, പോവാം. ഏത് സിനിമയ്ക്കാ പോണ്ടേ? ഓ, സമ്മതിച്ചല്ലോ. നമുക്ക് സിഐഡി മ്യൂസിക് പോവാ. ഓ, അത് ഇന്നലെ മുതലാളിയുടെ കൂടെ ഇരുന്ന് സിഡിയിൽ കണ്ടു. എന്നാ നമുക്ക് ലാലേട്ടന്റെ ബാലേട്ടന് പോയാലാ? അത് പാലയാറും രാമേട്ടന്റെ കൂടെ ഇരുന്ന് കണ്ടു. എന്നാ നമുക്ക് മമ്മൂട്ടിയുടെ പട്ടാളത്തിന് പോവാം. അയ്യോ, അതിന്റെ സീഡ് റിലീസിന്റെ അന്ന് തന്നെ കണ്ടു. ഓ, ഈ വ്യാജ സീഡിക്കാരെ പണ്ടാരടിക്ക് പോവുള്ളു. ഒരു പെണ്ണിനെ കൊണ്ട് തിയേറ്ററിൽ പോയി സിനിമക്ക് പോലും സമ്മതിക്കൂല, ദുഷ്ടമാരി. തിയേറ്ററിൽ വന്നില്ലെങ്കിലും വേണ്ട, നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം. നീ എന്റെ കൂടെ വന്നില്ലെങ്കിൽ നാളത്തെ മനോരമയുടെ ചർമ്മക്കുളത്തിൽ കയറി ഞാൻ ചിരിച്ചിരിക്കും, മരിച്ചിരിക്കും. സത്യം. എന്റെ പൊന്നു സുഷമേ, നീ വലിയ കരളെ. നമുക്ക് ഒരുമിച്ച് എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് സീഡി കണ്ട് ജീവിക്കും. ഏതാണ്ടൊക്കെ ഈ മരത്തിന്റെ ഉള്ളിലേക്ക് പണിയുണ്ട്. എന്താ പേര്?